ഹലോ ബീഫ് കൊണ്ടാട്ടം ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ ഇതാ നല്ല കട്ട പീസ് ഇറച്ചിയെടുത്തിട്ട് അതിലേക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് അല്പം വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ബീഫ് നമുക്ക് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെരിഞ്ജീരകം, ഗരം മസാല, 2 ടീസ്പൂണ് കോൺഫ്ലവർ പൊടി, പിന്നെ അല്പം വിനെഗറിയൊക്കെ ഇട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസെല്ലാം കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതൊക്കെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ച വെള്ളം ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10-15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല തിളച്ച എണ്ണയിലോട്ട് നമുക്കിത് വറുത്ത് കോരട്ടോ. എണ്ണ നല്ലോണം ചൂടാവണം, എന്നിട്ട് ഇതിടാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടിയത് 4 പച്ചമുളകാണ്. അത് കീറി കൊടുക്കൊന്നും വേണ്ട, ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, എരിവിന് വേണ്ടിയിട്ടല്ല. പിന്നെ അതുപോലെ അതിലേക്ക് കുറച്ച് അല്പം കരിവേപ്പിലിട്ട് ഇതുപോലെ കിട്ടിട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.